ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ യു കെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് യു കെയിൽ PR കിട്ടുക എന്നുള്ളത്. അന്നേരം അതിൻ്റെ പുതിയ റൂൾസും അതുപോലെ നമുക്ക് PRന് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് PR കിട്ടിയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ PRന് നമ്മളെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസ് ആൻഡ് ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ PRുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂ അപ്ഡേറ്റ്സ്. അന്നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്നത്. അന്നേരം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. PR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ്. അന്നേരം ഈ ഒരു PR നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. PR ഇൻ ദ UK ഓൾസോ നോൺ ആസ് ILR. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും PR അല്ലെങ്കിൽ ILR എന്ന് പറയുന്നത്. PRന് മറ്റൊരു UK പറയുന്ന മറ്റൊരു പേരാണ് ILR എന്ന് പറയുന്നത്. അതായത് ILR സ്റ്റാൻഡ്സ് ഫോർ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ. അതുപോലെ തന്നെ നമുക്ക് ഈ PRന് എപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊരു സ്കിൽഡ് വർക്ക് വിസയിലാണെങ്കിൽ ആ ഒരു വർക്ക് വിസയിലായി 5 ഇയേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു PRന് അല്ലെങ്കിൽ ILRന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് 5 ഇയേഴ്സ് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള 28 ഡേയ്സിന് നമുക്കതിന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തിൻ 6 മന്ത്സിനുള്ളിലായിരിക്കും നമുക്കതിൻ്റെ ഡിസിഷൻ സ്റ്റാൻഡേർഡ് സർവീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയുള്ള പ്രയോറിറ്റി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അന്നേരം നമ്മളൊരു PR എടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു രാജ്യത്ത് നമ്മൾ ഈ ഒരു 5 ഇയേഴ്സ് സ്റ്റേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരു തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ്, അതുപോലെ തന്നെ ചൈൽഡ് അബ്യൂസിലൊന്നും നമ്മുടെ പങ്കുകാരാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസ് നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ PRന് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ് റൂൾസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്പീഡ് ലിമിറ്റ്സ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഓരോ ഏരിയാസിലും ഇത്രയേറെയുണ്ട് സ്പീഡ് ലിമിറ്റ്സ് കാര്യങ്ങൾ. അന്നേരം നമ്മളത് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ റെഡ് സിഗ്നൽ വയലേഷൻ എവിടെയും നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസിന് നിങ്ങളുടെ ഡ്രൈവിംഗ് മൂലം കാരണമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ഇങ്ങനെ നമുക്ക് ഓരോ പോയിൻറ്റ്സും കിട്ടി. ഇങ്ങനെ നമുക്കറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ആക്സിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര പോയിൻറ്റ്സ് ഇട്ട് അങ്ങനെ ആ ഒരു നോർമൽ പോയിൻറ്റ്സിനേക്കാൾ ഓവറായിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ അതും ഡ്രൈവിംഗ് റൂൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ PRനെ അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാലറി ക്രൈറ്റീരിയ ഫോർ PR ആപ്ലിക്കേഷൻസ് പറയുന്നത് നമ്മുടെ ആനുവൽ സാലറി എന്ന് പറയുന്നത് £25,000 മോർ ദാൻ £25,000 ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയർ എന്ന് പറയുന്നത് ഹോം ഓഫീസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള എംപ്ലോയർ ആയിരിക്കണം. സോ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PRന് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഫീസ് അല്ലെങ്കിൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളതാണ്. പെർ പേഴ്സണ് £2,885 നമ്മൾ പേ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ കൂടെ ഇപ്പോൾ ഡിപ്പെൻഡൻസും അതുപോലെ ചിൽഡ്രനും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇപ്പോൾ അത്രയും തന്നെ എമൗണ്ട് വരണം. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് 2 ചിൽഡ്രനാണ് നിങ്ങൾ PRന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം നല്ലൊരു എക്സ്പെൻസ് തന്നെ ആവുന്നുണ്ട്. അന്നേരം ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ PRന് അപ്ലൈ 5 ഇയേഴ്സ് ആയിട്ട് അതിന് 28 ഡേയ്സ് തൊട്ട് മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നേരം നമ്മൾ സ്റ്റാൻഡേർഡ് സർവീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു PR ഡിസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് 6 മന്ത്സ് ടൈം എടുക്കുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസിഷൻ അറിയണമെങ്കിൽ, അതായത് വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡിസിഷൻ അറിയണമെങ്കിൽ പ്രയോറിറ്റി സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്രയോറിറ്റി സർവീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ £500 നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും.
പിന്നെ അതിലും നേരത്തെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ അറിയണമെങ്കിൽ നിങ്ങൾ £1000 എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് £1000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 1,00,000 റുപ്പീസ് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസിഷൻ അറിയാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട റൂൾസ് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽഡ് വർക്ക് വിസയിൽ ആയിരിക്കണം. 5 ഇയേഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു വർഷത്തെ ഇപ്പോൾ 2 ഇയേഴ്സ് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണെങ്കിൽ ആ ഒരു വർഷത്തെ 2 ഇയേഴ്സിൽ കൗണ്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ എന്ന് തൊട്ടാണോ വർക്ക് വിസയിലാവുന്നത് ആ ഒരു വിസയുടെ കാലാവധി തൊട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് നിങ്ങൾ PSW എടുത്തിട്ടുണ്ടെങ്കിലും അതും ഇതിൽ കൗണ്ട് ചെയ്യുന്നതല്ല. നിങ്ങളൊരു വർക്ക് വിസയിലുള്ളത് തൊട്ടായിരിക്കും നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വർക്ക് വിസയിലായി കഴിഞ്ഞിട്ടാണെങ്കിലും അഡൽട്ട്സ് 180 ഡേയ്സിൽ കൂടുതൽ മറ്റൊരു കൺട്രിയിൽ ചിലവഴിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ പോയിട്ട് 180 ഡേയ്സിൽ കൂടുതൽ നിൽക്കാനായിട്ട് പാടില്ല. അതിനു മുമ്പ് വന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ PR-നെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ടെസ്റ്റുകൾ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പാസ്സാവേണ്ടതായിട്ടുണ്ട്. നേരം ഫോർ എക്സാമ്പിൾ മെയിൻ ആപ്ലിക്കൻ്റ് ഓൾറെഡി നമ്മളിപ്പോൾ സ്കിൽഡ് വർക്ക് വിസയിൽ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ നാരിക്ക് മറ്റാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മറ്റൊരു PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടതായിട്ട് ഇല്ല. എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർ അവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നാരിക്കിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ IELTS വഴി നിങ്ങൾക്ക് പറ്റുന്നതാണ്. പാർട്ട്ണർ നാരിക്ക് സർട്ടിഫിക്കറ്റ് നമുക്കെന്ന് പറയുന്നത് അത് ഇപ്പോൾ ഏത് ടൈം വേണേലും നമുക്കിത് അപ്ലൈ ചെയ്ത് ഇതാക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നയാൾ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നാരിക് സർട്ടിഫിക്കറ്റ്. ആ നാരിക് സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് ആണ്. അതിന് ഇത്ര ഇതൊന്നുമില്ല. നമുക്കത് ഒരു പ്രാവശ്യം നമ്മൾ അത് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓക്കെയാണ്. അന്നേരം ആ ഒരു സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ നാരിക്കിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്നേരം ആർക്കെങ്കിലും നാരിക്കിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ IELTS നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. IELTS എന്ന് പറയുന്നത് നമുക്കറിയാം 4 മെയിൻ കടമകളാണ് നോർമലായിട്ടുള്ള IELTS ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. എന്നാൽ നമ്മൾ ഈ ഒരു PR-ൻ്റെ IELTS-ന് നമുക്ക് ഓൺലി ലിസണിങ് ആൻഡ് സ്പീക്കിങ് മാത്രമേ വേണ്ടുള്ളൂ. അതും അത്യാവശ്യം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ IELTS-ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് 2 ഇയേഴ്സ് വാലിഡിറ്റി ഉള്ളൂ. എന്നാൽ നിങ്ങൾ നാരിക്കിനാണെങ്കിൽ അത് ലൈഫ് ലോങ് അതിന് വാലിഡിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിയെ പോലെ തന്നെ നമ്മൾ എല്ലാവരും, അതായത് PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ അഡൽട്ട്സ് ആയിട്ടുള്ള 80 to 64 ഇയേഴ്സിന് ഇടയിലുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം അത് UK-യിലെ 30 സെൻറ്ററുകളിൽ ഈ ഒരു എക്സാം നടക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അന്നേരം ഇതിൽ നമ്മൾ പറയുന്നത് 45 മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് ടോട്ടൽ അലൗഡ് ആയിട്ടുള്ളത്. അതിൽ 24 ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടായിരിക്കും. ഇതിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അന്നേരം ഇതിന് നമ്മൾ പാസ് ആവണമെങ്കിൽ 75% മാർക്ക് നമുക്ക് പാസ് മാർക്കായിട്ട് വേണം. അതായത് ഇപ്പോൾ 24 ഔട്ട് ഓഫ് 18, അതായത് 18 മാർക്ക് വേണം നമുക്ക് 24-ൽ പാസ് ആവണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് നമ്മൾ പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് £50 ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം പാസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു യൂണിക് റെഫറൻസ് നമ്പർ വരുന്നതായിരിക്കും. ഈ നമ്പർ ആയിരിക്കും നിങ്ങൾ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ടെസ്റ്റിൻ്റെ ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അന്നേരം നമ്മൾ പ്രധാനമായിട്ടും 2 ടെസ്റ്റുകൾ നമ്മൾ പാസ്സാകേണ്ടതുണ്ട്. അതായത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർ IELTS അല്ലെങ്കിൽ നാരിക്ക് അവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ട ഒന്നാണ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ PR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ വി ആർ എലിജിബിൾ ഫോർ ദ പബ്ലിക് ഫണ്ട്. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ നമ്മളൊരു സ്കിൽഡ് വർക്ക് വിസയിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിൽ തന്നെ നമ്മളുടെ ആ ഒരു BRP കാർഡിൽ കാണും റെസ്ട്രിക്ഷൻസ് ഫോർ ദി പബ്ലിക് ഫണ്ട് എന്ന് പറഞ്ഞ്. അതായത് നമുക്ക് PR കിട്ടുന്നതിന് മുമ്പ് ഇവിടെയുള്ള പബ്ലിക് ഫണ്ട്സ് കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എന്നാൽ നിങ്ങൾക്ക് PR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ഫണ്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ പെർ വീക്ക് നമുക്ക് അവർ ഇങ്ങോട്ട് അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ഇട്ട് തരുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഫസ്റ്റ് ചൈൽഡിന് 25 പൗണ്ട് വെച്ച് പെർ വീക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് ചൈൽഡിനാണെങ്കിൽ 16 പൗണ്ട് പെർ വീക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. നേരം നമുക്ക് ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PR കിട്ടിക്കഴിഞ്ഞിട്ട് 1 ഇയർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നോ സ്ട്രിക്റ്റ് റൂൾസ് ഫോർ UK എൻട്രി ആൻഡ് എക്സിറ്റ്. അതായത് ഇമിഗ്രേഷൻ റൂൾസ് ഒന്നും നമ്മളിപ്പോൾ പോകുന്നത്രയും അത്ര സ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. നോ വിസ റെസ്ട്രിക്ഷൻസ്, അതായത് ലിവ് ആൻഡ് വർക്ക് ഇൻ ദ UK വിത്തൗട്ട് അതർ വിസാസ്. അതായത് നമുക്ക് PR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് UK വർക്ക് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വർക്ക് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്, ഇപ്പം നമ്മൾ സ്കിൽഡ് വർക്ക് വിസയിലാണെങ്കിലൊക്കെ തന്നെ നമുക്കൊരു കോൺട്രാക്റ്റ് അവേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് PR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്ത ഒരു മെറിറ്റ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഡെഫിനേറ്റ് സ്റ്റാറ്റസ് ആണ്. ആൻഡ് യുവർ സ്റ്റാറ്റസ് ഈസ് ഇൻഡെഫിനേറ്റ്, സോ യു ഡോണ്ട് നീഡ് ടു റിന്യൂ ഇറ്റ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ചില സമയത്ത് നമ്മൾ സ്കിൽഡ് വർക്ക് വിസയിലാണെങ്കിൽ ഫസ്റ്റ് ഒരു 3 ഇയേഴ്സിൽ വർക്ക് വിസ ആയിരിക്കും തരുന്നത്. പിന്നെ നമ്മൾ റിന്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്കൊരു PR ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ PR കിട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2 ഇയേഴ്സ് മറ്റൊരു കൺട്രിയിൽ ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ PR ക്യാൻസൽ ചെയ്യാനായിട്ട് കാരണമാകും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഇവിടെ PR കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 2 ഇയേഴ്സ് നമ്മൾ ഇന്ത്യയിൽ പോയി താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 ഇയേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ താമസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ PR ക്യാൻസൽ ചെയ്യാനും നമ്മൾ വീണ്ടും PRന് അപ്ലൈ ചെയ്യാനും കാരണമാകും. അതേപോലെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ PR കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് നമുക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 139 കൺട്രീസിൽ നമുക്ക് ഫ്രീ വിസ പാസേജ് ടു ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PR കിട്ടിയുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു വോട്ട് ഇൻ ലോക്കൽ ആൻഡ് നാഷണൽ ഇലക്ഷൻസ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത് സ്പോൺസർ ഫാമിലി. അതായത് യു ക്യാൻ സ്പോൺസർ സെർട്ടൻ ഫാമിലി മെമ്പർ ടു ജോയിൻ ഇൻ UK. സോ ഇത്രയും ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് PR കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ഈ ഒരു അതായത് PR നമുക്ക് അപ്ലൈ ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള 5 ഇയേഴ്സ് വളരെ ശ്രദ്ധയോടെ തന്നെ ആയിരിക്കണം. യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസിലോ അങ്ങനെ ഒന്നിലും, അല്ലെങ്കിൽ ഡ്രൈവിങ് ചെയ്യുമ്പോഴോ അങ്ങനെ ചെറിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കാതെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് PRന് അപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അന്നേരം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.